ഇനി കൃത്യം 15 മിനിറ്റ് മാത്രമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ 7 ജില്ലകളിൽ പരസ്യപ്രചാരണം പൂർത്തിയാവാൻ. അതിന്റെ 15 മിനിറ്റിൽ ആവേശം അതിന്റെ പരകോടിയിലേക്ക് കൊട്ടി ഉയരുകയാണ്. എല്ലാ സ്ഥലങ്ങളും ഇത് കാണാം. എല്ലാ സ്ഥലങ്ങളിലും തെരുവീതികളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികൾ മാത്രമേ കാണാനുള്ളൂ. ജനങ്ങളുടെ ആരവം മാത്രമേ കാണാനുള്ളൂ. നൃത്തങ്ങൾ പറയാൻ പറ്റുമെന്ന് അറിയില്ല. തുള്ളൽ എന്ന് പറഞ്ഞാൽ ആ താളത്തിനനുസരിച്ചുള്ള രസകരമായ തെരഞ്ഞെടുപ്പ് തുള്ളൽ മാത്രമേ കാണാനുള്ളൂ. അങ്ങനെ പ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകൾ ആഘോഷമാക്കുന്നു മുന്നണികൾ, രാഷ്ട്രീയ പാർട്ടികൾ. തിരുവനന്തപുരത്ത് നിന്നും റിനു ശ്രീധർ പേട്ട ജംഗ്ഷനിൽ നിന്നാണ് ചേരുന്നത്. റിനു, അവിടെ ശാസ്തമംഗലത്താവട്ടെ, നെടുമങ്ങാടാവട്ടെ, നെയ്യാറ്റിങ്കര ആവട്ടെ, ആറ്റിങ്ങൽ, വർക്കലയിലൊക്കെ വലിയ ആവേശം നേരത്തെ പ്രകടമായിരുന്നു. കോർപ്പറേഷൻ്റെ കാര്യം പറയുകയും വേണ്ട. എന്താണ് പേട്ട ജംഗ്ഷനിലെ അവസ്ഥ? കാശ്മി ആവേശം അലതല്ലുകയാണ് അനന്തപുരിയിൽ. ഇവിടെ പ്രവർത്തകർ, 3 മുന്നണികളുടെയും പ്രവർത്തകർ ആറാടുകയാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം നഗരസഭയുടെ പേട്ട വാർഡിലെ പേട്ട ജംഗ്ഷനിലാണ്. നമുക്കിപ്പം MLA കടകംപള്ളി സുരേന്ദ്രനും അതുപോലെ തന്നെ CPM-ന്റെ തിരുവനന്തപുരം നഗരസഭയുടെ മേയർ സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള SP ദീപക്കുമുണ്ട്. നമുക്ക് ആദ്യം ദീപക്കിലേക്ക് പോകാം. ദീപക്, എങ്ങനെയുണ്ട് അവസാന ലാപ്പ്? എങ്ങനെയാണ്? ഉറപ്പായിട്ട് വിജയിക്കും. അതിന്റെ ഒരു ഏറ്റവും അവസാനത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ പ്രവർത്തകർ അത് ഏറ്റെടുത്തിരിക്കുകയാണ്. വിജയം ഉറപ്പ്. തിരുവനന്തപുരം നഗരസഭ LDF നിലനിർത്തും, ഉറപ്പായിട്ട് നിലനിർത്തും. പക്ഷേ BJP ശക്തമായിട്ടുള്ള എതിരാളികളാണ്. നിലവിൽ നഗരസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷമായിരിക്കും LDF-ന് കിട്ടാൻ വേണ്ടിയിട്ട് പോണത്. 75 സീറ്റ് പ്ലസ് ആയിരിക്കും. നമുക്കിപ്പം മുൻ മന്ത്രിയും അതുപോലെ തന്നെ MLA കൂടിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ കൂടിയുണ്ട്. സഖാവെ, എങ്ങനെയാണ് കാണുന്നത് തിരുവനന്തപുരം നഗരസഭ? തിരുവനന്തപുരം നഗരസഭ കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ചതിനേക്കാൾ കനത്ത ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷം പിടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നഗരത്തിലെ 101 കോർപ്പറേഷൻ വാർഡുകളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം അങ്ങനെ തന്നെയായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. UDF പ്രധാനമായും ശബരിമലയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ജനങ്ങൾക്ക് വസ്തുതകളെല്ലാം അറിയാം. അവർ നടത്തുന്നത് കള്ളപ്രചരണമാണെന്നറിയാം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ തന്നെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ നടക്കുന്നതായിട്ടുള്ള ഒരു അന്വേഷണമാണെന്നുള്ള കാര്യം ഈ സംസ്ഥാനത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അടക്കം SP ദീപകൻ പ്രതിനിധികൾ അവിടെ ഉണ്ട്. 52 സീറ്റാണ് LDF-ന്. അത് 57 ഉയർത്തുമെന്ന് നേരത്തെ പറഞ്ഞു. പക്ഷേ 75 എന്നുള്ള വലിയ മാർജിനിലോട്ട് പറയുകയാണ് SP ദീപക്. എന്തായാലും കാത്തിരുന്ന് കാണാം. 100-ൽ 10 സീറ്റാണ് UDF-ന്റെ സമ്പാദ്യം. അത് ഗണ്യമായി ഉയർത്തുക, അധികാരം പിടിക്കുക എന്നുള്ളതാണ് UDF-ന്റെ ലക്ഷ്യം. NDA-യുടെയും ലക്ഷ്യം, BJP-യുടെ ലക്ഷ്യം മറ്റൊന്നല്ല. അധികാരം പിടിക്കുന്നതിൽ കുറവ് ഈ 3 മുന്നണികളും തിരുവനന്തപുരത്ത് കാണുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ പോരാട്ടത്തെ അത്രത്തോളം വീറും വാശിയും ഉറ്റതാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.